ആ പാർട്ടി അത് കോളേജിൽ SFI മാത്രമേ ഉള്ളൂ. അപ്പോൾ പുള്ളി അവൻ പഠിക്കാൻ തുടങ്ങിയ സമയത്ത് തന്നെ അവൻ്റെ അച്ഛനോട് ചോദിച്ചു അവിടെ ഇങ്ങനെ പാർട്ടിയാണുള്ളത് എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു അവിടെ ഏത് പാർട്ടിയാണുള്ളത് അതിൽ നിന്ന് പ്രവർത്തിക്കാനാണ് പുള്ളിയുടെ പറഞ്ഞതായിട്ടാണ് എനിക്കറിയാൻ കഴിയുന്നത്. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളം ഏറ്റവും കൂടുതലും ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ്. കൊലപാതകമാണോ അതോ ആത്മഹത്യയാണോ എന്ന ചോദ്യം ഉയരുമ്പോഴും കൊലപാതകമാണ് എന്നത് തെളിയിക്കുന്ന പലതരത്തിലുള്ള തെളിവുകൾ പുറത്തുവരികയാണ്. 2 ദിവസം ഭക്ഷണം കഴിച്ചിട്ടില്ല, ഒരു തുള്ളി വെള്ളം പോലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശരീരത്തിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പറയുന്നില്ല. വെള്ളവും ഭക്ഷണവും കഴിഞ്ഞ 2 ദിവസം നൽകിയിട്ടില്ല എന്ന്, അതായത് മരിക്കുന്നതിന് 2 ദിവസം മുൻപ് വരെ നൽകിയിരുന്നില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അത്തരത്തിൽ അടികൊണ്ട് അവശനായി വെള്ളവും അതുപോലെ തന്നെ ഭക്ഷണവും ഒന്നും ലഭിക്കാതെ അവശനായി ബോധരഹിതനായ സിദ്ധാർത്ഥനെ ഒരുപക്ഷെ തൂക്കിക്കൊന്നതാകാം എന്ന റിപ്പോർട്ടുകൾ, അല്ലെങ്കിൽ തൂക്കിക്കൊന്നതാകാം എന്ന സംശയവും പലരും പുറത്തേക്ക് വരികയാണ്. അപ്പോഴും SFIയുടെ യൂണിറ്റ് സെക്രട്ടറി അടക്കം കേസിൽ പ്രധാന പ്രതിപട്ടികയിൽ വരികയാണ്. അപ്പോഴിതാ ഈ സിദ്ധാർത്ഥിന്റെ വീടിന് അടുത്ത് തന്നെ SFIയുടെ ഒരു ബാനർ അല്ലെങ്കിൽ SFIയുടെ ഒരു പോസ്റ്റർ വരികയാണ്. ഈ SFIയുടെ വലിയൊരു നോട്ടീസ് ബോർഡ് പോലെ ഒരു വലിയ ബാനർ കാണാനിടയായി. SFIയുടെ കൊടിയുടെ താഴെയായി തന്നെയാണ്, കൊടിമരത്തിന് താഴെയായി തന്നെയാണ് ഈ ഒരു വലിയ ബോർഡ് വെച്ചിട്ടുള്ളത്. ഇത് CPM 11-ാം കല്ല് ബ്രാഞ്ചും അതുപോലെ തന്നെ DYFI 11-ാം കല്ല് യൂണിറ്റും ചേർന്ന് വെച്ചിരിക്കുന്ന ഒരു വലിയ ബോർഡാണ് ഇപ്പോൾ ചർച്ചാ വിഷയമാക്കിയിരിക്കുന്നത്. വയനാട് പൂക്കോട് ഗവൺമെന്റ് വെറ്റിനറി കോളേജിലെ, അതായത് ഈ ബോർഡിൽ എഴുതിയിരിക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: വയനാട് പൂക്കോട് ഗവൺമെന്റ് വെറ്റിനറി കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥിയും SFI പ്രവർത്തകനും കുറങ്കോട് വിനോദ് നഗർ നിവാസിയുമായ സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ ക്രിമിനലുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും കൃത്യമായ അന്വേഷണം നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്യുക വേണം എന്നാണ് അതിൽ പറയുന്നത്. നീതിക്കായി എന്നും കുടുംബത്തോടൊപ്പം എന്നൊരു ഹാഷ്ടാഗ് പോലൊരു സംഭവം, ഒരു ലൈനും അതിനോടൊപ്പം തന്നെ എഴുതി ചേർത്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട സംഭവം നോക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ ഒരു രക്തസാക്ഷികളൊക്കെ തന്നെ മരണപ്പെടുമ്പോഴുള്ള ഒരു പോസ്റ്ററിന്റെ രൂപമുണ്ട്, ഒരു ബോർഡിന്റെ രൂപമുണ്ട്. അതേ രീതിയിലൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ഈ ബോർഡിന്റെ രൂപവും കണ്ടാൽ നമുക്ക് മനസ്സിലാകുന്നത്. എടുത്തു പറയേണ്ടത് SFI പ്രവർത്തകനും എന്നാണ് പറയുന്നത്. SFI പ്രവർത്തകനായിരുന്നോ ഈ സിദ്ധാർത്ഥൻ? ഒരു SFI പ്രവർത്തകനായിരുന്നു? ആ ചോദ്യമാണ് പലപ്പോഴായി ആവർത്തി ചോദിക്കുന്നത്. എവിടെയും ഒരു SFI പ്രവർത്തകനായിരുന്നു എന്ന സിദ്ധാർത്ഥന്റെ അച്ഛനോ സിദ്ധാർത്ഥന്റെ സുഹൃത്തോ സഹോദരങ്ങളോ ഒന്നും തന്നെ പറയുന്നുമില്ല. പക്ഷേ എന്തടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഇവർ പറയുന്നത്? മറ്റൊരു വസ്തുത ഇവർ തന്നെ ഈ ബോർഡിൽ തന്നെ പറയുന്നുണ്ട്. സിദ്ധാർത്ഥിന്റെ കൊലപാതകം എന്ന് പറയുന്നുണ്ട്. ഇതുവരെയും അത് ആത്മഹത്യയാണ് എന്ന് പറയുമ്പോഴും പോലീസ് അടക്കം ആത്മഹത്യക്കാണ് ഇപ്പോൾ നിസാര കുറ്റങ്ങൾ ചുമത്തി കേസെടുക്കുമ്പോൾ CPM 11-ാം കല്ല് ബ്രാഞ്ചും അതുപോലെ തന്നെ DYFI 11-ാം കല്ല് യൂണിറ്റും ചേർന്ന് വെച്ചിരിക്കുന്ന ബോർഡിൽ വ്യക്തമായി തന്നെ സിദ്ധാർത്ഥിന്റെ കൊലപാതകമെന്ന് പറയുകയുമാണ്. എന്തായാലും SFI പ്രവർത്തകനാണോ സിദ്ധാർത്ഥ് എന്നൊരു ചോദ്യം വലിയ രീതിയിൽ തന്നെ ഉയരുന്നുണ്ട്. എത്ര ധൈര്യമുണ്ടായിട്ടാണ് ഇത്തരം ഒരു ബോർഡ് വെക്കാൻ പോലും നിങ്ങൾക്ക് ഉള്ള ചങ്കൂറ്റം സമ്മതിക്കണമെന്നാണ് പല കമന്റുകളും ഇതിനെതിരെ വരുന്നത്. എന്തായാലും ഗവർണർ അടക്കമുള്ളവർ സിദ്ധാർത്ഥിന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊക്കെ തന്നെ ഞെട്ടിപ്പിക്കുന്ന പല റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും പ്രധാന പ്രതികളെല്ലാം തന്നെ പിടിയിലായിട്ടുണ്ട്. ഇനിയും പിടിയിലാവാനുള്ളത് 8 പേരോളം ഇനിയും പിടിയിലാകാനുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി തന്നെ 2 പേർ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി ഹാജരായിരുന്നു. പ്രധാന പ്രതി പിടിയിലായിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ. എന്തായാലും കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. ഗവർണർ അടക്കമുള്ളവർ ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു കേസിൽ ഇടപെടുന്ന ഒരു സാഹചര്യം കൂടുതൽ ശക്തമായി തന്നെ ഈ കാര്യം മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ബോർഡിന് എന്തായാലും ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു പ്രതിഷേധം ബോർഡിനെതിരെ അവരുടെ നാട്ടിൽ അവരുടെ ബന്ധുക്കളടക്കമുള്ളവർ ഇതിനെതിരെ തിരിയുമെന്ന കാര്യത്തിലും സംശയമില്ല. ആ പാർട്ടി അത് കോളേജിൽ SFI മാത്രമേ ഉള്ളൂ. അപ്പോൾ പുള്ളി അവൻ പഠിക്കാൻ തുടങ്ങിയ സമയത്ത് തന്നെ അവൻ്റെ അച്ഛനോട് ചോദിച്ചു അവിടെ ഇങ്ങനെ പാർട്ടിയാണുള്ളത് എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു അവിടെ ഏത് പാർട്ടിയാണുള്ളത് അതിൽ നിന്ന് പ്രവർത്തിക്കാനാണ് പുള്ളിയുടെ പറഞ്ഞതായിട്ടാണ് എനിക്കറിയാൻ കഴിയുന്നത്. ഈ പ്രതികളെ പോലീസ് സംരക്ഷിക്കുന്നതായിട്ടുള്ള ഒരു ആരോപണമൊക്കെ ഉയർന്നു വരുന്നത് അത് സത്യമാണ്. അത് അത്തരത്തിൽ തുടക്കം മുതലേ ഉണ്ട്. കാരണം ഞാൻ ഈ കോളേജിൽ സന്ദർശിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ അതായത് ഈ മരണത്തിന് ശേഷമാണ്? മരണത്തിന് ശേഷമല്ല, മരണത്തിന് മുമ്പുമുണ്ട്. കാരണം അവിടുത്തെ ആ കോളേജിലെ ഡീനും ആ കോളേജിലെ വാർഡനും അതേപോലെ തന്നെ ആ കോളേജിലുള്ള ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഒരു ടീച്ചറുണ്ട്.
അദ്ദേഹവും ആയിട്ട് ഞങ്ങൾ ഈ ബോഡി ഞങ്ങൾ പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ ഇൻക്വസ്റ്റ് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് അതിനുവേണ്ടി പോയപ്പോൾ അവിടെ ഈ ഡീനും ഇദ്ദേഹത്തിൻ്റെയും അതുപോലെ തന്നെ അന്ന് അവിടെ വന്ന വൈത്തിരി പോലീസ് സ്റ്റേഷനിലെ SI അദ്ദേഹം ഉൾപ്പെടെ ഇതിന് ഒരു 174 അല്ലെങ്കിൽ ഒരു സ്വാഭാവികമായി തൂങ്ങി മരണം എന്നുള്ള നിലയ്ക്ക് ആക്കി തീർക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളെ പറഞ്ഞ് ധരിപ്പിക്കുകയായിരുന്നു.